we have looked at two religious systems, Babylon and Jerusalem. ബാബിലോൺ യെരുശലേം എന്ന രണ്ട് And we looked at the two trees, knowledge of good and evil and tree of life. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, അതുപോലെ ജീവ വൃക്ഷം എന്ന രണ്ട് വൃക്ഷങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. Then we saw two offerings, two types of offerings. അതിനെ തുടർന്ന് രണ്ട് തരത്തിലുള്ള യാഗങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. I just want to say one more thing before moving on. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. Notice, it was not the offering that God accepted, but the person. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം യാഗത്തെയല്ല ദൈവം അംഗീകരിച്ചത്, വ്യക്തിയെയാണ് ദൈവം That അംഗീകരിച്ചത്. itself it proves that it was not the blood that he looked at. ആ കാര്യം തന്നെ ഹാബേൽ രക്തം കൊണ്ടുവന്നതുകൊണ്ടല്ല ഹാബേലിന്റെ യാഗം അംഗീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ See കഴിയും. Genesis 3 verse 4. ഉൽപ്പത്തി പുസ്തകം We 3-ാം must അധ്യായം 4-ാം read വാക്യം. the Bible carefully. We must read the Bible carefully. നിങ്ങൾ വേദപുസ്തകം ശ്രദ്ധയോടുകൂടെ വായിക്കണം. What does it say? എന്താണ് അവിടെ പറയുന്നത്? It does not say the Lord accepted Abel's offering, therefore he accepted Abel. അവിടെ ഹാബേലിന്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചു, അതുകൊണ്ട് ഹാബേലിനെ അംഗീകരിച്ചു എന്നല്ല അവിടെ പറയുന്നത്. It says the Lord accepted Abel, therefore he accepted his offering. ദൈവം ഹാബേലിനെ അംഗീകരിച്ചു, അതുകൊണ്ട് അവന്റെ കൊണ്ടുവന്ന യാഗത്തെയും ദൈവം അംഗീകരിച്ചു എന്നാണ് അവിടെ നാം വായിക്കുന്നത്. He had no regard, verse 5, for Cain, therefore he didn't accept his offering. അവിടെ തുറന്ന് വായിക്കുന്നത് കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. What do we learn from that? എന്താണ് നാം അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്? It's not your offering that God looks at first. ദൈവം വഴിപാടിലല്ല ദൈവം ആദ്യം നോക്കുന്നത്. It is your attitude with which you bring the offering. നിങ്ങൾ ഏത് മനോഭാവത്തോടു കൂടെയാണ് ഈ വഴിപാട് കൊണ്ടുവരുന്നത് എന്നാണ് ദൈവം നോക്കുന്നത്. Is it in a miserly way, I just give an offering to God? എന്തെങ്കിലും ഒരു വഴിപാട് ദൈവത്തിന് കൊടുക്കണം എന്ന് ഉള്ള ഒരു മനോഭാവത്തിലാണോ? Lord, I want to give my best to you. അതോ എൻ്റെ ഏറ്റവും മെച്ചമായത്, ഏറ്റവും നല്ലത് ദൈവമേ എന്ന മനോഭാവത്തിലാണോ? ദൈവമേ എൻ്റെ ഏറ്റവും energy, എൻ്റെ ഏറ്റവും നല്ല എനർജി, ആരോഗ്യം, the best part of my life, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം I want to give to you. കർത്താവേ, എനിക്ക് തരണം. In my offering there must be a sacrifice. ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന വഴിപാടിൽ ഒരു യാഗം അന്തർലീനമായിരിക്കണം. Sacrifice, it's not an offering that God will accept. യാഗമില്ലാത്ത വഴിപാട് ദൈവം അംഗീകരിക്കില്ല. Because when God gave an offering to us in his son, that was a tremendous sacrifice. ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകിയപ്പോൾ അത് ഒരു വലിയ യാഗത്തിലൂടെയായിരുന്നു. So two types of offerings that Christians give. ക്രിസ്ത്യാനികൾ കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള വഴിപാടുണ്ട്. One which costs them something, one which costs them nothing. ഒന്ന് അവർക്ക് ചെലവില്ലാത്ത യാഗങ്ങൾ, ഒന്ന് അവർക്ക് ചെലവുള്ള യാഗങ്ങൾ. That shows how much you love the Lord. നിങ്ങൾ എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ കാര്യം. When you go for a wedding, നിങ്ങൾ ഒരു വിവാഹത്തിന് പോകുമ്പോൾ how expensive a gift do you take for the marriage couple? വിവാഹിതരാകുന്ന ആ ദമ്പതികൾക്ക് വേണ്ടി നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു സമ്മാനമാണ് കൊണ്ടുപോകാറുള്ളത്? That depends on how much you love that person and know that person. ആ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നു, ആ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾക്ക് അറിയാം എന്നതിനെ ആസ്പദമാക്കിയാണ്. If it is someone you don't hardly know very well, you take some nominal gift to the wedding. നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ സാധാരണ എന്തെങ്കിലും ഒരു സമ്മാനവുമായിട്ട് പോകും. If it is your son's wedding, എന്നാൽ അത് നിങ്ങളുടെ മകന്റെ വിവാഹമാണെങ്കിൽ you may give him a car. നിങ്ങൾ അവനൊരു കാറായിരിക്കും കൊടുക്കുന്നത്. Why is that? എന്തുകൊണ്ടാണ്? Which costs you so much money. ഇത്രയും പണം ചിലവാക്കി നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? It is love. സ്നേഹമാണ് അതിന്റെ പുറകിൽ. That stranger whose wedding you are going to, you don't know him so much, you don't love him so much, you give some cheap offering. നിങ്ങൾക്കറിയാത്ത ആ അന്യന്റെ വിവാഹത്തിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരു തുച്ഛമായ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നു. How do you treat God? നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ കാണുന്നത്? Like that stranger whom you hardly know, നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം അറിയാവുന്ന ആ അന്യനെ പോലെയാണോ? One you love very much. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങളുടെ മകനെ പോലെയാണോ? The type of offering you give to God is an indication of how much you love the Lord. നിങ്ങൾ ദൈവത്തിന് ഏത് തരത്തിലുള്ള യാഗമാണ് കൊടുക്കുന്നത്, വഴിപാടാണ് കൊടുക്കുന്നത് എന്നത് നിങ്ങൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു അടയാളം കൂടിയാണ്. A lot more on that and you can meditate on that yourself. നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് തന്നെ ഇതിനെ ധ്യാനിക്കാവുന്നതാണ്. Now I want to speak about two covenants.
ഞാൻ ഇനി തുടർന്ന് രണ്ട് ഉടമ്പടികളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം. Because I find that most Christians have not understood the new covenant. മിക്കവാറും ക്രിസ്ത്യാനികൾക്ക് പുതിയ ഉടമ്പടി എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. And the burden God has given me for the last 40 years is to explain to Christians what the new covenant is. കഴിഞ്ഞ 40 വർഷങ്ങളായി ദൈവം എനിക്ക് തന്നിട്ടുള്ള ഭാരം ക്രിസ്ത്യാനികൾക്ക് പുതിയ ഉടമ്പടി, പുതിയ നിയമം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. That's a very big subject. അത് വളരെ വലിയ ഒരു വിഷയമാണ്. And if you want to know more about it, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ I'm just going to take about half an hour talking about it today. ഇന്ന് ഞാൻ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ഈ പുതിയ നിയമത്തെക്കുറിച്ച് പറയുകയാണ്. If you have an internet connection, നിങ്ങൾക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ and you go to യൂട്യൂബിൽ നിങ്ങൾക്ക് you're all familiar with that. നിങ്ങളൊക്കെ പലരും അതിൽ അറിയാമല്ലോ. There are 1000 sermons of mine there. അവിടെ എൻ്റെ 1000 പ്രസംഗങ്ങളുണ്ട്. All free. എല്ലാം ഫ്രീ ആയിട്ട്. In the search column, if you write my name, അവിടെ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യുന്നിടത്ത് എൻ്റെ പേര് എഴുതുക, Zach Poonen, and a subject, ഒരു വിഷയവും നിങ്ങൾ ചേർത്ത് എഴുതുക. New covenant, പുതിയ നിയമം, or any subject, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയം. fellowship, കൂട്ടായ്മ, grace, കൃപ, marriage, വിവാഹം, sex, how to overcome temptation. എങ്ങനെയാണ് you write പ്രലോഭനങ്ങളെ ജയിക്കുക. Any subject, ഏത് വിഷയം, you'll get a list of all the sermons on that subject. ആ വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. You can listen to it and be edified and you can grow spiritually. നിങ്ങൾക്ക് അത് കേൾക്കുകയും നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരുകയും ചെയ്യുവാൻ. But I can give you a little introduction here today. ഇപ്പോൾ ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട്. Turn with me to Hebrews chapter 8. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് എന്നോടൊപ്പം നിങ്ങൾ. Oh yeah, I also want to say, if you go to cfcindia.com, നിങ്ങൾ cfcindia.com എന്ന വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ 25 books of mine there on that page. ആ പേജിൽ എൻ്റെ 25 പുസ്തകങ്ങൾ അവിടെയുണ്ട്. All of them you can read freely. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാവുന്നതാണ്. We permit people to download it onto their phone or computer. We don't allow them to print it. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടില്ല. Because printing we have the books available. കാരണം പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. Okay, Hebrews 8. എബ്രായ ലേഖനം 8-ാം അധ്യായം verse 7. 7-ാം വാക്യം. First of all, verse 6. ഒന്നാമതായി 6-ാം വാക്യം. Jesus is called the mediator of a better covenant. The middle of that verse. 8 verse 6. 6-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് അവന് വിശേഷതയേറിയ വാഗ്ദത്തത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. He is the mediator of a better covenant. Just read the whole verse, that's better. 8:6. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ. That's right. That's what it means, a mediator of a better covenant. Okay. വിശേഷതയേറിയ നിയമത്തിന്റെ മധ്യസ്ഥൻ. Verse 7. The first covenant was faulty, that's why God made a second. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ല. So the first covenant was faulty. ഒന്നാമത്തെ നിയമം കുറവുള്ളതായിരുന്നു. That's why God made a second covenant. ഒന്നാമത്തെ നിയമം കുറവുള്ളതായിരുന്നതുകൊണ്ടാണ് ദൈവം രണ്ടാമത്തെ നിയമം ഉണ്ടാക്കിയത്. The first covenant was the law. ഒന്നാമത്തെ നിയമം അത് ന്യായപ്രമാണമായിരുന്നു. It says there was a mistake in it. Not mistake, it was faulty. That's what it says here. ഒന്നാമത്തെ നിയമം അത് കുറവുള്ളതായിരുന്നു. That means it could not accomplish what God wanted. ദൈവം എന്ത് ആഗ്രഹിച്ചോ അത് പൂർത്തിയാക്കുവാൻ ഒന്നാമത്തെ നിയമത്തിലൂടെ സാധിച്ചില്ല. That doesn't mean God made a mistake. ദൈവം ഒരു തെറ്റ് ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം. God made it to show a person his need. ഒരു വ്യക്തിക്ക് തന്റെ കുറവ് കാണുവാനായിട്ട് ന്യായപ്രമാണത്തിലൂടെ സാധ്യമായിരുന്നു. James chapter 1 it says the law is like a mirror. നാം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെയാണ് എന്ന് നാം വായിക്കുന്നു. And man had to see his sin in this mirror. ഈ കണ്ണാടിയിൽ ഒരു വ്യക്തിക്ക് തന്റെ പാപത്തെ കാണണമായിരുന്നു. Because until you know your face is dirty, you will not want to clean it.
നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് അഴുക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് So God gave man a law for 1500 years to show you how dirty your heart is. നിങ്ങളുടെ ഹൃദയം എത്രമാത്രം മലിനമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുവാൻ വേണ്ടിയാണ് ഇത്രയധികം നിയമങ്ങൾ ദൈവം നൽകിയത്. But the law cannot clean my heart just like mirror cannot clean my face. ഒരു കണ്ണാടിക്ക് എൻ്റെ മുഖം വൃത്തിയാക്കുവാൻ സാധിക്കാത്തതുപോലെ തന്നെ ന്യായപ്രമാണത്തിനും എൻ്റെ ഹൃദയത്തെ ശുദ്ധിയാക്കുവാൻ കഴിയുകയില്ല. That way the law was faulty. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണത്തിന് കുറവുണ്ടായി. Like a mirror cannot clean my face. ഒരു കണ്ണാടിക്ക് എൻ്റെ മുഖത്തെ വൃത്തിയാക്കുവാൻ കഴിയാത്തതുപോലെ. But we still look at it every morning. എന്നാലും നാം ഓരോ രാവിലെയും നാം കണ്ണാടിയിൽ നോക്കുന്നു. Because we want to see if there's something wrong with my face, dirt or hair or anything. എൻ്റെ മുഖത്ത് എന്തെങ്കിലും അഴുക്കുണ്ടോ എന്ന് കാണുവാനായിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കുന്നു. But I don't use the mirror to clean my face. I don't use the mirror to clean my face. എന്നാൽ എൻ്റെ മുഖം വൃത്തിയാക്കുവാൻ ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്നില്ല. So that is the law. അതാണ് ന്യായപ്രമാണം. So God had to do something else to solve the problem. ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ദൈവത്തിന് മറ്റൊരു കാര്യം ചെയ്തു. The first step was to show you your need. ആദ്യത്തെ പടി നിങ്ങളുടെ കുറവ് നിങ്ങളെ കാണിക്കുക. And when the Lord told people to tithe, that was under the law. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ആളുകളോട് ദശാംശം കൊടുക്കുവാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ that was to show people how miserly they were. അവരെത്രമാത്രം പിശുക്കുള്ളവരാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. And then it says here in verse 13, 13ാം വാക്യത്തിൽ ഇപ്രകാരം നാം when he says a new covenant, he has made the first obsolete and that one is ready to disappear. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. Everything under the law has been cancelled. ന്യായപ്രമാണത്തിന് കീഴിലുള്ളതെല്ലാം അവൻ പഴയതാക്കിയിരിക്കുന്നു, നീങ്ങിപ്പോയിരിക്കുന്നു. There is no need now for a commandment saying don't commit adultery. വ്യഭിചാരം ചെയ്യരുത് എന്ന ഒരു ന്യായപ്രമാണത്തിന് ഇപ്പോൾ പുതിയ നിയമത്തിൽ ആവശ്യമില്ല. Because in the new covenant the Holy Spirit says don't even commit it in your heart. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്റെ ഹൃദയത്തിൽ പോലും നീ വ്യഭിചാരം ചെയ്യരുതെന്നാണ്. Then why do you need the outward commandment? ഹൃദയത്തിൽ നീ അപ്രകാരം ശ്രദ്ധാലുവാണെങ്കിൽ ബാഹ്യമായ ഈ കൽപ്പന എന്തിനാണ്? There's no commandment now we need saying don't kill somebody. മറ്റൊരു വ്യക്തിയെ കൊല്ലരുത് എന്നൊരു കൽപ്പനയ്ക്ക് ഇപ്പോൾ because now the new covenant is don't even get angry with him. കാരണം പുതിയ നിയമത്തിൽ ആ വ്യക്തിയോട് കോപിക്കരുത് എന്ന് പറയുന്നു. That is Jesus replaced that 10 commandments with the Sermon on the Mount. യേശുക്രിസ്തു ആ 10 കൽപ്പനകൾ പർവ്വത പ്രസംഗത്തിലൂടെ ആ 10 കൽപ്പനകൾക്ക് മാറ്റുകയായിരുന്നു. If you are only following the 10 commandments, you are an Israelite. You must follow Moses. നിങ്ങൾ 10 കൽപ്പനകൾ മാത്രം പിൻപറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ഇസ്രായേലിനാണ്. നിങ്ങൾ മോശയെ പിൻപറ്റണം. Your righteousness must be more than the righteousness of the Pharisees. പരീശന്മാരുടെ നീതിയെ കവിയുന്നതായിരിക്കണം നിങ്ങളുടെ നീതി എന്ന് യേശുക്രിസ്തു പറയുന്നു. Matthew 5:20. മത്തായി 5:20. And then he explained it. അവനത് തുടർന്ന് വിവരിക്കുകയാണ്. He said Old Testament said don't murder, I'm saying don't get angry. പഴയ നിയമം പറഞ്ഞു നിങ്ങൾ കൊല ചെയ്യരുത്, ഞാൻ നിങ്ങളോട് പറയുന്നു കോപിക്കരുത്. Old Testament said don't commit adultery, I'm saying don't even do it in your heart. പഴയ നിയമം പറയുന്നു നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്, ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മോഹിക്കരുത്. Old Testament said love your neighbor and hate your enemy. പഴയ നിയമം പറഞ്ഞു നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ പകയ്ക്കണം. I'm saying love your enemy too. ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെയും സ്നേഹിക്കണം. The Sermon on the Mount is a replacement for the 10 commandments. 10 കൽപ്പനകൾക്ക് പകരമാണ് ഈ പർവ്വത പ്രസംഗം. So if you live by the standard of the 10 commandments, you are a good Jew. നിങ്ങൾ 10 കൽപ്പനകളുടെ നിലവാരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു യഹൂദനാണ്. You are a good follower of Moses, not a follower of Jesus Christ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പിൻഗാമിയല്ല, നിങ്ങൾ മോശയുടെ പിൻഗാമിയാണ്. To follow Jesus Christ, you have to see what's written in the Sermon on the Mount. നിങ്ങൾ യേശുവിനെ പിൻപറ്റണമെങ്കിൽ നിങ്ങൾ പർവ്വത പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. You must remember there's a difference between Old Covenant and New Covenant. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Now, the good part of it is this, it's not just that the Lord raised the standard. കർത്താവ് അതിന്റെ നിലവാരം ഉയർത്തി എന്നുള്ളത് മാത്രമല്ല, അതിന്റെ നല്ല കാര്യം. In the Old Covenant there was no ability to keep that. പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ആ കൽപ്പനകൾ പാലിക്കുവാനുള്ള കഴിവ് അവർക്കില്ല. In the New Covenant God gives us the ability to keep it. എന്നാൽ പുതിയ ഉടമ്പടിயின் കീഴിൽ ആ കൽപ്പനകളെ പാലിക്കുവാനുള്ള ശക്തിയും ദൈവം നൽകുന്നു. So someone put it like this. ഒരു വ്യക്തി അതിനെ ഇപ്രകാരം പറയുകയുണ്ടായി. The law told us to run but never gave us any legs. ന്യായപ്രമാണം നമ്മോട് ഓടുവാനായിട്ട് പറഞ്ഞു, പക്ഷേ ഓടുവാൻ കാലുകളെ തന്നില്ല. How can you run? കാലില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഓടുവാൻ കഴിയും? The New Covenant tells us to fly.
എന്നാൽ പുതിയ ഉടമ്പടി, പുതിയ നിയമം നമ്മോട് പറക്കുവാൻ ആവശ്യപ്പെടുന്നു. But gives us wings. എന്നാൽ ചിറകുകൾ നമുക്ക് നൽകുന്നു. So the Lord tells us to run but doesn't give us legs. ഓടുവാൻ പറയുന്നു, കാലുകളില്ല. But the New Covenant tells us to fly and gives us wings. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മോട് പറക്കുവാൻ പറയുന്നു, That is why the New Covenant ദൈവം നൽകുന്നു. That's why the New Covenant is better. അതുകൊണ്ടാണ് പുതിയ ഉടമ്പടി കൂടുതൽ മെച്ചമായിരിക്കുന്നത്. Gives us the ability. കാരണം ദൈവം നമുക്ക് കഴിവും നൽകുന്നു. To live by that higher standard. ആ ഉയർന്ന നിലവാരത്തിനൊത്തവണ്ണം ജീവിക്കാനുള്ള കഴിവ് ദൈവം തരുന്നു. First thing, the way the law deals with sin is different from the way the New Covenant deals with sin. പഴയ നിയമം, പഴയ ഉടമ്പടി എപ്രകാരം പാപത്തെ കാണുന്നു എന്നുള്ളതും പുതിയ നിയമത്തിൽ പാപത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതും വ്യത്യസ്തമാണ്. Psalm 32 says, "Blessed is the man whose sin is covered." സങ്കീർത്തനം 32-ാം അധ്യായത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ എന്ന് നാം വായിക്കുന്നു. But in the New Testament you never read about sin being covered. പാപം മറയ്ക്കുന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നില്ല. In the New Covenant sin is cleansed. പുതിയ നിയമത്തിൽ പാപം അത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. Let me show you. ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. All my sin is written here. ഇവിടെ എൻ്റെ പാപങ്ങളെല്ലാം അത് എഴുതിയിരിക്കും. Cover it. ഞാൻ ആ പാപത്തെ ഇപ്രകാരം മൂടുന്നു. That's old covenant. അത് പഴയ ഉടമ്പടിയാണ്. You want to see the sin, it's all there. നിങ്ങൾക്ക് പാപം കാണണോ, ഇത് പൊക്കി നോക്കിയാൽ മതി. But in the new covenant, എന്നാൽ പുതിയ ഉടമ്പടിയിൽ it's cleansed. അത് തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. It's gone, it's not there, you can't find it. അത് തുടച്ചും വൃത്തിയാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുകയില്ല. You understood? നിങ്ങൾക്ക് മനസ്സിലായോ? Never say your sin is covered, say it is cleansed in the blood of Jesus. നിങ്ങളുടെ പാപം മൂടപ്പെട്ടു, മറഞ്ഞിരിക്കുന്നു എന്നല്ല പറയേണ്ടത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ blood of bulls and goats covered sin. കാളകളുടെയും പശുക്കിടാങ്ങളുടെയും രക്തം പാപത്തെ മൂടുകയായിരുന്നു. The blood of Jesus cleanses from sin. എന്നാൽ യേശുവിന്റെ രക്തം പാപത്തെ കഴുകിക്കളയുന്നു. So Hebrews 8:12 is the first principle of the new covenant. പുതിയ ഉടമ്പടിയുടെ ആദ്യത്തെ പ്രമാണം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, I will not remember their sin anymore. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. Not only he forgives us, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, cleansed, and he says, I don't remember it. അതിനെ ശുദ്ധീകരിച്ച ശേഷം ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുന്നു. The devil tortures many of you, I know, with the memory of sins that you committed in the past. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ ഓർമ്മയുമായി പിശാച് നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. Tortured by those thoughts? പിശാച് കൊണ്ടുവരുന്ന ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ കുത്തി നോവിക്കുന്നു. Enter into the new covenant. പുതിയ ഉടമ്പടിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. The Lord says, I'll cleanse you and I won't even remember your sin anymore. ഞാൻ നിങ്ങളുടെ പാപത്തെ കഴുകും, ശുദ്ധീകരിക്കും എന്ന് മാത്രമല്ല പാപത്തെ ഓർക്കുകയില്ല എന്ന് പറയുന്നത്. There was a man of God whom the devil tortured like this and said, remember this sin, remember that sin. ഈ പാപം നീ ഓർക്കുക, ആ പാപം നീ ഓർക്കുക എന്ന് പറഞ്ഞ് ഒരു ദൈവ മനുഷ്യനെ ഇപ്രകാരം പിശാച് പേടിപ്പിച്ചത്. He listened and listened and listened to the devil. അവനെ പ്രകാരം പിശാചിന്റെ വാക്കുകൾ കേട്ട് and finally he told the devil, അവസാനം അവൻ പിശാചിനോട് പറഞ്ഞു, that's not all, I've committed more than that. അത് മാത്രമല്ല, അതിലും കൂടുതൽ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. You make the list complete. നീ ആ പട്ടിക ഒന്ന് പൂർത്തിയാക്കുക. And when you finish it, ആ പട്ടിക മുഴുവൻ പറഞ്ഞ ശേഷം right across it, the blood of Jesus has cleansed me from all these sins. എന്നാൽ അതിനെതിരെ നീ എഴുതുക, യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ സകല പാപത്തെയും ശുദ്ധീകരിച്ചിരിക്കുന്നു. You can't torture me, Satan. പിശാചേ, നിനക്ക് എന്നെ ഈ പ്രകാരം I overcome you by the blood of the Lamb. ഞാൻ യേശുക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ ഞാൻ ജയം പ്രാപിക്കും. This is the first blessing of the new covenant. പുതിയ ഉടമ്പടിയുടെ ആദ്യത്തെ അനുഗ്രഹം ഇതാണ്. Don't let the devil torment you with the memory of past sin which you have confessed. നിങ്ങൾ ഏറ്റുപറഞ്ഞ പാപങ്ങളുടെ ഓർമ്മയുമായി നിങ്ങളെ പീഡിപ്പിക്കുവാൻ പിശാചിനെ അനുവദിക്കാതിരിക്കുക. Which is the sin that God will not forgive? ദൈവം നിങ്ങളോട് ക്ഷമിക്കാത്ത പാപം ഏതാണ്? The sin that you don't confess. നിങ്ങൾ ഏറ്റുപറയാത്ത പാപം. And if you don't forgive somebody else, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല, that's important. അതും പ്രധാനപ്പെട്ട If you കാര്യം. don't forgive others, Jesus said, God will not forgive you. നിങ്ങൾ മറ്റു വ്യക്തികളോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവം പറയുന്നു, You can confess all your sins, none of them will be forgiven if you haven't forgiven other people. നിങ്ങൾ ഒരു വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞാലും ആ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. That was not a requirement in the Old Testament. പഴയ നിയമത്തിൽ അപ്രകാരം ഒരു നിയമമില്ലായിരുന്നു, ഒരു ആവശ്യമില്ലായിരുന്നു. David died without forgiving Shimei who cursed him. തന്നെ ശപിച്ച ശിമെയോട് ക്ഷമിക്കാതെയാണ് ദാവീദ് മരിച്ചത്. But he went to heaven. എന്നാൽ അവൻ സ്വർഗ്ഗത്തിൽ Because that was not a condition under the old covenant. എന്നാൽ പഴയ ഉടമ്പടിയിൽ അപ്രകാരം ഒരു നിബന്ധനയില്ലായിരുന്നു. To whom more is given, more is required.
എന്നാൽ കൂടുതൽ ചോദിച്ചവനോട് കൂടുതൽ കൊടുത്തവനോട് കൂടുതൽ ആവശ്യപ്പെടുന്നു. I told you there's a difference between a pastor committing adultery and an ordinary believer committing adultery. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു പാസ്റ്റർ വ്യഭിചാരത്തിൽ വീഴുന്നതും ഒരു സാധാരണ വിശ്വാസി വ്യഭിചാരത്തിൽ വീഴുന്നതും. One is a PhD and the other is a kindergarten student. ഒന്ന് ഒരു കിൻഡർഗാർട്ടൻ സ്റ്റുഡന്റ് ആണ്, മറ്റേത് ഒരു PhD ചെയ്യുന്ന വ്യക്തിയാണ്. In the same way, അതുപോലെ തന്നെ Old Testament David could have 8 wives. പഴയ നിയമത്തിൽ ദാവീദിന് 8 ഭാര്യമാർ And he ഉണ്ടാകാമായിരുന്നു. could go to heaven. എന്നാലും അവന് സ്വർഗ്ഗത്തിൽ പോകാമായിരുന്നു. If you try having 8 wives today, I can tell you you'll never go to heaven. നിങ്ങൾക്ക് ഈ പുതിയ നിയമത്തിൽ 8 ഭാര്യമാരെ ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോവുകയില്ല. To whom more is given, more is required. കൂടുതൽ കൊടുത്തവനോട് കൂടുതൽ ആവശ്യപ്പെടുന്നു. And in the new covenant, പുതിയ നിയമത്തിൽ God cleanses and says, I won't remember anymore. ദൈവം ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെ Okay, here's the ഓർക്കുകയില്ല. second blessing. രണ്ടാമത്തെ അനുഗ്രഹം. There are 3 altogether. Here's the second one. ഇതാ രണ്ടാമത്തെ അനുഗ്രഹം. Verse 11. 11ാം വാക്യം. Everyone will know me. You don't have to teach one another saying, know the Lord. ആരും കർത്താവിനെ അറിയുക എന്ന് നമ്മോട് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവർ എല്ലാവരും എന്നെ അറിയും. You can know him personally because the Holy Spirit comes in. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിയുവാൻ കഴിയും. That means knowing him as Father. പിതാവെന്ന നിലയിൽ ദൈവത്തെ അറിയുക. Very few believers really know God as Father. വളരെ കുറച്ച് വിശ്വാസികൾക്ക് മാത്രമാണ് ദൈവത്തെ പിതാവായിട്ട് അറിയാവുന്നത്. It's very easy to find out. വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടുപിടിക്കുവാൻ കഴിയും. Do you get anxious? നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകാറുണ്ടോ? Are you afraid? നിങ്ങൾക്ക് പേടിയുണ്ടോ? That is a proof you don't know God as a Father. നിങ്ങൾക്ക് ദൈവത്തെ പിതാവായിട്ട് അറിയില്ല എന്നതിൻ്റെ തെളിവതാണ്. If you know God as a Father, നിങ്ങൾക്ക് ദൈവത്തെ പിതാവ് എന്ന നിലയിൽ who has അറിയാമെങ്കിൽ, counted the hair on your head, നിങ്ങളുടെ തലയിലെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്ന പിതാവ്, makes you more valuable than the sparrows that fall down. ആകാശത്തിലെ ഈ കുരുവികളെക്കാട്ടിലും വിലയുള്ളതായിട്ട് നിങ്ങളെ You കരുതുന്നവൻ, will not be anxious and afraid. നിങ്ങൾക്ക് ആകാംക്ഷയും ഭയവും ഉണ്ടാവുകയില്ല. Have you heard that story of the 2 birds talking to one another? 2 പക്ഷികൾ അന്യോന്യം സംസാരിക്കുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? One bird is telling another bird, ഒരു പക്ഷി മറ്റേ പക്ഷിയോട് പറയുന്നു, why are these human beings always so worried and anxious about so many things? പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ മനുഷ്യരെല്ലാം എന്താണ് ഇത്രമാത്രം ആകാംക്ഷപ്പെട്ട് ഭാരപ്പെടുന്നത്? And the other bird said, maybe they don't have a heavenly Father like we have. ഒരു പക്ഷേ നമുക്കുള്ളതുപോലെ അവർക്ക് ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവില്ലായിരിക്കും. Are the birds saying that about you? പക്ഷികൾ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നുവോ? When they see you worried and anxious and afraid, നിങ്ങൾ ഭാരപ്പെട്ട് ആകാംക്ഷപ്പെട്ട് പേടിച്ചിരിക്കുന്നത് കാണുമ്പോൾ, is that what the birds are saying to one another? Why is this family all afraid and anxious about something? ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകാംക്ഷപ്പെട്ട് പേടിച്ചിരിക്കുന്നത്? The other bird will say they go to church but they don't know the Father like we know. അവർ സഭയ്ക്കൊക്കെ പോകുന്നുണ്ട്, മീറ്റിങ്ങിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ നമുക്കറിയാവുന്നത് പോലെ പിതാവിനെ The അവർക്കറിയില്ല. second blessing is to know God as your Father. ദൈവത്തെ പിതാവെന്ന നിലയിൽ അറിയുവാനുള്ള അവസരം The രണ്ടാമത്തെ Spirit അനുഗ്രഹം. comes in and says, Daddy. ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ഡാഡി, അപ്പ എന്ന് വിളിക്കുന്നു. Have you ever called God Daddy? നിങ്ങൾ ദൈവത്തെ ഡാഡി എന്ന് വിളിച്ചിട്ടുണ്ടോ? It says Abba. Abba is a Hebrew word for daddy. എബ്രായ പദമാണ് അബ്ബ എന്നുള്ളത്, ഡാഡി It's എന്നുള്ളതിന്റെ ഒരു an പ്രയോഗം. intimate knowledge of God. ദൈവത്തോടുള്ള വളരെ അടുത്ത ഒരു ബന്ധം. If you want to test it, നിങ്ങൾക്ക് അത് here പരീക്ഷിക്കണമെങ്കിൽ is a good test. നല്ല ഒരു പരീക്ഷ. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ how do you pray? നിങ്ങൾ എങ്ങനെയാണ് Do you പ്രാർത്ഥിക്കുന്നത്? say, Oh God, എൻ്റെ ദൈവമേ, or do you pray, Father? അതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പിതാവേ എന്നാണോ? There's nothing wrong in praying and saying, Oh God, because He is God. അവൻ ദൈവമാണ്, അതുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് I പ്രാർത്ഥിക്കുന്നത് also do തെറ്റില്ല. that. ഞാനും അങ്ങനെ But പറയാറുണ്ട്. most of the time, എന്നാൽ മിക്കവാറും സമയങ്ങളിൽ I say, Father. ഞാൻ പറയാറുള്ളത് പിതാവേ. And when I'm alone and praying, ഞാൻ തനിയെ ആയിരിക്കുന്ന സമയത്ത് I say, Daddy. ഞാൻ ഡാഡി എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. Because He's my dad. കാരണം അവൻ എൻ്റെ There's an പിതാവാണ്, intimate ഡാഡിയാണ്. I'm in the new covenant. ഞാൻ പുതിയ ഉടമ്പടിയിലാണ്. There's no guilt in my life. എൻ്റെ ജീവിതത്തിൽ കുറ്റബോധമില്ല. The blood of Jesus has cleansed me and made me as if I never sinned in my life. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാത്തവനെ പോലെ യേശുവിന്റെ രക്തം എന്നെ And I ശുദ്ധീകരിച്ചിരിക്കുന്നു. come before my dad in heaven with great boldness. ഞാൻ വളരെ ധൈര്യത്തോടുകൂടെ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ വരുന്നു. I sit on his lap like a 2-year-old sitting on his father's lap. 2 വയസ്സുള്ള മകൻ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നത് പോലെ ഞാൻ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മടിയിൽ I ഇരിക്കുന്നു. can ask him for anything. എന്ത് വേണമെങ്കിലും എനിക്ക് അവനോട് ചോദിക്കാം. You know, a 2-year-old can tell his daddy, I want an elephant.
2 വയസ്സുള്ള കുഞ്ഞിന് തന്റെ പിതാവിനോട് ഇപ്രകാരം എനിക്കൊരു ആനയെ വേണമെന്ന് വേണമെങ്കിൽ Not toy elephant, real elephant. Give me a real elephant. ഒരു ആന എന്ന കളിപ്പാട്ടമല്ല, യഥാർത്ഥത്തിലുള്ള ഒരു I ആന. want a real aeroplane, not a toy plane and all. എനിക്കൊരു ചെറിയ കളിപ്പാട്ടം പ്ലെയിൻ അല്ല, എനിക്കൊരു യഥാർത്ഥ പ്ലെയിൻ വേണം. The father won't give it, but he can ask for anything. പിതാവ് കൊടുക്കണമെന്നില്ല, പക്ഷെ എന്ത് വേണമെങ്കിലും അവന് ചോദിക്കാം. I ask for many things. The father doesn't give it to me because he knows it's not good for me. ഞാൻ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷെ എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് പിതാവ് നൽകുക. I'm just trying to tell you how intimate I am with my Father in heaven. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് എനിക്ക് എത്രമാത്രം അടുപ്പമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. I used to be a very worried, discouraged person for many years as a Christian. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വളരെ നിരാശപ്പെട്ട, വളരെ അനേക വർഷങ്ങൾ നിരാശയും മുഖം താഴ്ത്തിയ ഒരു വ്യക്തിയാണ്. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ക്രിസ്ത്യാനിയായ just like many of you. നിങ്ങളിൽ പലരെ പോലെയും. But when the Holy Spirit revealed God as a father to me, എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവത്തെ പിതാവ് എന്ന നിലയിൽ വെളിപ്പെടുത്തിയപ്പോൾ it changed my life. അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. I want you to know God as your father. നിങ്ങളുടെ പിതാവ് എന്ന നിലയിൽ ദൈവത്തെ നിങ്ങൾ അറിയണമെന്ന് ഞാൻ Jesus ആഗ്രഹിക്കുന്നു. said, when you pray, യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ don't say, oh God. നിങ്ങൾ എൻ്റെ ദൈവമേ, don't say, oh almighty God. വലിയവനായ ദൈവമേ എന്നല്ല നിങ്ങൾ. That is for Old Testament people. അത് പഴയ നിയമ പ്രാർത്ഥനയാണ്. When you pray, say, our Father in heaven. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നീ പ്രാർത്ഥിക്കുക. Haven't you read that? നിങ്ങൾ അത് വായിച്ചിട്ടില്ലേ? Matthew chapter 6. മത്തായി 6-ാം അധ്യായം. Why don't you obey Jesus? നിങ്ങൾ എന്തുകൊണ്ട് കർത്താവിനെ അനുസരിക്കുന്നു? Why do you go back to the Old Testament way for everything? നിങ്ങൾ എന്തിനാണ് എല്ലാ കാര്യങ്ങളിലും ഈ പഴയ ഉടമ്പടിയിലേക്ക് തിരികെ പോകുന്നത്? The whole of Christendom is living in the old covenant. ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ പഴയ ഉടമ്പടിயின் കീഴിലാണ്. They teach people to pay their tithes. അവരാളുകളെ ദശാംശം കൊടുക്കുവാൻ പഠിപ്പിക്കുന്നു. They don't say Father, they say God. അവർ പിതാവേ എന്ന് വിളിക്കുന്നില്ല, ദൈവമേ എന്ന് വിളിക്കുന്നു. And when the leader falls into adultery, they say David also fell into adultery and came back. നേതാവ് വ്യഭിചാരത്തിൽ വീഴുമ്പോൾ അവർ പറയുന്നു ദാവീദും വ്യഭിചാരത്തിൽ വീണു. But that's old covenant. അത് പഴയ ഉടമ്പടിയാണ്, പഴയ നിയമം. Paul did not fall into adultery. പൗലോസ് വ്യഭിചാരത്തിൽ വീണില്ല. Peter did not fall. പത്രോസ്, James did not fall. യാക്കോബ്, John did not fall. യോഹന്നാൻ വീണില്ല. Why are you going to Samson and David? എന്തുകൊണ്ടാണ് അവർ ദാവീദിന്റെയും സാംസന്റെയും അടുക്കലേക്ക്, Because they are in the old covenant. അവർ പഴയ ഉടമ്പടിയിലാണ്. Their church is not a new covenant church. അവരുടെ സഭ പുതിയ ഉടമ്പടിயின் കീഴിലുള്ള സഭയാണ്. Most churches are old covenant churches. That's why they go to Old Testament examples to cover up their sin. പഴയ മിക്കവാറും സഭകളെല്ലാം പഴയ ഉടമ്പടിயின் കീഴിലുള്ള സഭകളാണ്. അതുകൊണ്ടാണ് അവരുടെ പാപങ്ങളെ മൂടി വെക്കുവാനായിട്ട് പഴയ നിയമത്തിലേക്ക് അവർ പോകുന്നത്. Some pastor steals money. ഏതെങ്കിലും ഒരു പാസ്റ്റർ പണം മോഷ്ടിക്കുന്നു. He's like Judas Iscariot. യൂദാസ് ഇസ്കറിയോത്തിനെ പോലെയാണ്. Jesus said it's better for such a person not even to have been born. അങ്ങനെയുള്ള ഒരു വ്യക്തി ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. But what do they do today? എന്നാൽ അവർ എന്താണ് Oh, ചെയ്യുന്നത്? they'll forgive him and say, okay, you can come back. അവര് ക്ഷമിക്കും, ദൈവം തിരിച്ചു വരാമെന്നാണ് He പറയുന്നത്. can be forgiven, but he can't come back to leadership. അവരുടെ പാപം ക്ഷമിക്കപ്പെടും, എന്നാൽ നേതൃത്വത്തിലേക്ക് അവർക്ക് തിരിച്ചു Where വരാൻ do കഴിയും. you find such standards? അങ്ങനെയുള്ള നിലവാരം നിങ്ങൾക്ക് എവിടെ കാണുവാൻ കഴിയും? Everybody is living under the old covenant standard. എല്ലാവരും പഴയ ഉടമ്പടിയുടെ So the നിലവാരത്തിലാണ്. congregation also are living in their old covenant defeated life. അതുകൊണ്ട് തന്നെ വിശ്വാസികളും പഴയ ഉടമ്പടിயின் കീഴിലുള്ള പരാജയപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. If you go to those homes, you'll find as much quarreling as in a Hindu home. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള വഴക്കുകൾ ക്രിസ്തീയ കുടുംബത്തിലുമുണ്ട്. That is an old covenant church. അത് പഴയ ഉടമ്പടിயின் കീഴിലുള്ള സഭയാണ്. Dear brothers and sisters, പ്രിയ സഹോദരന്മാരെ the സഹോദരിമാരെ, devil has robbed you of your inheritance. നിങ്ങളുടെ അവകാശത്തെ പിശാച് കവർന്നിരിക്കുന്നു. You must know God as your father. പിതാവെന്ന നിലയിൽ ദൈവത്തെ നിങ്ങൾ അറിയണം. Then thirdly, മൂന്നാമതായി Hebrews 8 എബ്രായ ലേഖനം 8-ാം അധ്യായം and verse 10. 10-ാം വാക്യം. I will put my law in their mind and I'll write them on their hearts. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. I will be their God. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. Do you know that is the difference between old covenant and new covenant? പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഈ വ്യത്യാസം നിങ്ങൾക്കറിയാം. The old covenant was like this. You read it in Exodus 20. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Everything was thou shalt not. ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യരുത്. You must do this, you must not do this. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്. You must not worship idols. വിഗ്രഹങ്ങളെ You ആരാധിക്കരുത്. must not take the Lord's name in vain. ദൈവത്തിന്റെ നാമം വൃഥാവെടുക്കരുത്. You must keep the Sabbath. ശബത്ത് ആചരിക്കണം. You must honor your father and mother. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. Listen, it's always you must not. You must not. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. You must not commit adultery. നിങ്ങൾ വ്യഭിചാരം You must not steal. നീ മോഷ്ടിക്കരുത്. All the commandments are like that. You must not covet your neighbor's wife.
നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. In the new covenant it is not you must not. പുതിയ നിയമത്തിൽ നീ ചെയ്യരുത് അങ്ങനെയല്ല. I know some pastors preach like that, but that is old covenant preaching. ചില പാസ്റ്റർമാർ അങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് പഴയ ഉടമ്പടിயின் കീഴിലുള്ള പ്രസംഗമാണ്. The new covenant is പുതിയ ഉടമ്പടി. Hebrews 8:10. എബ്രായ ലേഖനം 8-ാം വാക്യം. I will do this. ഞാൻ ഇങ്ങനെ ചെയ്യും. I will do this. I will do this. ഞാൻ ഇത് ചെയ്യും. Verse 12. I will do this. I will do this. ഞാൻ ഇങ്ങനെ ചെയ്യും. In my Bible I can count it 6 times in verse 10 and 12. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 6 പ്രാവശ്യം ഞാൻ ചെയ്യും എന്ന് ആവർത്തിച്ചിരിക്കുന്നു. You see the difference between God saying you must do this and you must not do that. നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിൽ and God saying I will do this, I will do this. ഞാൻ ഇപ്രകാരം ചെയ്യും, ഞാൻ ഇത് ചെയ്യും എന്ന് ദൈവം പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? I will write my law in your heart and mind. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ എഴുതും. It's not my struggle. എൻ്റെ സ്വന്തം അധ്വാനമല്ല. You know, it's like you go to this branch of a mango tree. ഒരു മാവിൻ്റെ ശാഖയെ നിങ്ങൾ ശ്രദ്ധിക്കുക. You ask that branch, how is it you produce such wonderful mangoes? മാവിൻ്റെ കൊമ്പിനോട് ചോദിക്കുക, നീ എങ്ങനെയാണ് നീ ഇത്ര മനോഹരമായ മധുരമുള്ള മാങ്ങ നീ ഉണ്ടാക്കുന്നത്? He says, I can't produce even one mango. ആ കൊമ്പ് പറയും, എനിക്ക് ഒരു മാങ്ങ പോലും എനിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. I stay in the tree. എന്നാൽ ഞാൻ ഈ മരത്തോട് ഒട്ടി, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. And the tree keeps on sending the sap and produces the mango. ആ മരം ആ രസം എന്നിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഉള്ളിടത്തോളം മാങ്ങ ഉണ്ടാവും. That's a picture of the Holy Spirit flowing into us. നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകുന്നതിന്റെ ഒരു ചിത്രമാണത്. That is how God gives us victory over sin. അങ്ങനെയാണ് ദൈവം നമുക്ക് പാപത്തിന്മേലുള്ള ജയം നൽകുന്നത്. The power of the Holy Spirit helps me to overcome my anger. പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ കോപത്തെ ജയിക്കുവാൻ എന്നെ സഹായിക്കുന്നു. I was such a slave to anger in my own home. എൻ്റെ സ്വന്തം വീട്ടിൽ പോലും കോപത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. But it's gone from my life. എൻ്റെ ജീവിതത്തിൽ അത് നീങ്ങിപ്പോയി. You'll never hear it 365 days of the year. ഒരു വർഷത്തിന്റെ 365 ദിവസവും നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയും. The Holy Spirit did something in me. പരിശുദ്ധാത്മാവ് എന്നിൽ ഒരു പ്രവൃത്തി ചെയ്തു. I was a slave to anxiety and fear. ആകാംക്ഷയും ഭയവുമുള്ള ഒരു വ്യക്തിയായിരുന്നു, അതിന് അടിമയായിരുന്നു ഞാൻ. God said, I will write my law in your mind and your heart. I said, do it, Lord. എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ന്യായപ്രമാണത്തെ ഞാൻ എഴുതുമെന്ന് അവൻ പറഞ്ഞപ്പോൾ, കർത്താവേ അങ്ങനെ ചെയ്യണമേ എന്ന് ഞാൻ പറഞ്ഞു. I can't take any credit for it. എൻ്റെ ആ ജീവിതത്തിലെ മാറ്റത്തിന് എനിക്ക് if I give a cake here to people which I did not make, how can I take a credit for it? ഞാൻ ഉണ്ടാക്കാത്ത ഒരു കേക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ, you say it's a wonderful cake, brother Zach. സഹോദരൻ സാക്ക്, ഇത് നല്ല കേക്കാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. Hey, I didn't make it. പക്ഷേ അത് ഞാനല്ല ഉണ്ടാക്കിയത്. And the holiness I have is not what I manufactured. God wrote his law in my mind and my heart. എനിക്കുള്ള വിശുദ്ധി ഞാൻ ഉണ്ടാക്കിയ ഒരു വിശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിലും എൻ്റെ മനസ്സിലും എഴുതിയ വിശുദ്ധിയാണ്. I remember in the early days when I was preaching, എൻ്റെ ആരംഭ നാളുകളിലുള്ള എൻ്റെ പ്രസംഗത്തിന്റെ കാര്യത്തിൽ, my preaching was like water from the hand pump. ഈ ഹാൻഡ് പമ്പിൽ നിന്നും അടിച്ചടിച്ച് വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെയായിരുന്നു. In some of our villages we have the pump and pump and pump and pump and you get a bucket of water. ചില വില്ലേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ പമ്പ് ചെയ്ത് കുറച്ച് ഒരു ബക്കറ്റ് വെള്ളം കിട്ടും. I said, Lord, it's such a struggle even to preach one sermon. കർത്താവേ, ഒരു പ്രസംഗത്തിന് തന്നെ ഇത്രമാത്രം അധ്വാനമാണല്ലോ. Can you do something where rivers of living water flow out from me? കർത്താവേ, അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? എന്നിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന ഒരു ജീവിതം. I thirst for it. കർത്താവേ, ഞാൻ അതിനായിട്ട് ദാഹിക്കുന്നു. You said you will do that in my life. കർത്താവേ, അങ്ങനെ ചെയ്യുമെന്ന് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. You see all these rivers that flow, who pumps them? ഈ ഒഴുകുന്ന നദികൾ, ആ നദികളെയൊക്കെ ആരാണ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്? Imagine if in your life rivers of living water will flow out from you like Jesus said. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകിയാൽ I want to say to every believer here, that is your inheritance in Jesus Christ. ഇവിടെയുള്ള എല്ലാ വിശ്വാസികളോടും ഞാൻ പറയട്ടെ, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ അവകാശം അതാണ്. If your earthly father earned millions and millions of rupees and wrote a will that you are inheriting it all, നിങ്ങളുടെ ഈ ഭൂമിയിലെ പിതാവ് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്വത്തുക്കൾ നിങ്ങളുടെ പേരിൽ എഴുതി അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുകയാണെങ്കിൽ, won't you take it all?
അതെല്ലാം നിങ്ങൾ സ്വീകരിക്കുകയില്ലേ? Will you allow some crooked lawyer to cheat you of your inheritance? നിങ്ങളുടെ ഈ സ്വത്തിന്റെ, നിങ്ങളുടെ ഈ അവകാശത്തെ ഏതെങ്കിലും ഒരു ദുഷ്ടനായ വക്കീൽ മോഷ്ടിക്കുവാൻ നിങ്ങൾ Do you അനുവദിക്കുമോ? know that Jesus died on the cross and wrote a will that rivers of living water should come out of your life? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് ഒരു അവകാശം You നിങ്ങൾക്ക് should partake of his നൽകിയിട്ടുണ്ട്. nature and be an overcomer in your life. അവന്റെ സ്വഭാവത്തിന്റെ പങ്കാളികളായി നിങ്ങൾ ജയാളികളായിട്ട് ജീവിക്കണമെന്ന That അവകാശം is നിങ്ങൾ തന്നിട്ടുണ്ട്. written in his will. അവന്റെ ആ ഉടമ്പടിയിൽ വിൽപത്രത്തിൽ അത് എഴുതിയിട്ടുണ്ട്. Why have you allowed this crooked devil to cheat you of your inheritance? നിങ്ങളുടെ ഈ അവകാശത്തെ മോഷ്ടിച്ച് കളയുവാൻ ദുഷ്ടനായ ഈ പിശാചിനെ നിങ്ങൾ എന്തിനാണ് For അനുവദിക്കുന്നത്? 16 years after I was born again, the devil cheated me of my inheritance. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച് 16 വർഷത്തിന് ശേഷവും ഈ അവകാശത്തെ പിശാച് എന്നിൽ നിന്നും മോഷ്ടിച്ചു കളഞ്ഞു. But he can't cheat me anymore. എന്നാൽ ഇപ്പോൾ ഇനിയും അവൻ എന്നിൽ നിന്നും എന്നെ വഞ്ചിക്കുവാൻ He കഴിയുകയില്ല. can't frighten me anymore. എന്നെ അവന് ഇനിയും പേടിപ്പിക്കുവാൻ കഴിയുകയില്ല. Because greater is he who is in me than he who is in the world. ഈ ലോകത്തിലുള്ളവനേക്കാൾ എന്നിലുള്ളവൻ വലിയവനാണ്. I want to encourage you, my brothers and sisters. എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. Listen to me. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. Difficult times are going to come for Christians in India. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിമുട്ടുള്ള കാലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. It's not all going to be as easy as it is now. ഇപ്പോൾ ഉള്ളതുപോലെ കാര്യങ്ങൾ എളുതായിരിക്കുകയില്ല. We need to prepare ourselves spiritually ആത്മീകമായി നമ്മെ തന്നെ ഒരുക്കേണ്ട നാളുകളാണ്. by becoming strong in the Lord. കർത്താവിൽ നാം ശക്തരായി തീരണം. Like those 2nd, 3rd century Christians. ആ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ജീവിച്ച ക്രിസ്ത്യാനികളെ Even when they are thrown to the lions, they said, "We will not deny Jesus Christ is our Lord." സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുമ്പോഴും യേശു ക്രിസ്തുവിനെ അവൻ ഞങ്ങളുടെ കർത്താവാണെന്ന് ഞങ്ങൾ ത്യജിക്കുകയില്ല എന്ന് പറയുന്നവർ. You can't suddenly prepare yourself. You have to prepare yourself now for that day. പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരുക്കുവാനായിട്ട് കഴിയുകയില്ല. ആ നാളിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളെ തന്നെ ഒരുക്കണം. Otherwise you will deny the Lord in that day. അല്ലെങ്കിൽ ആ നാളിൽ നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I believe you made a sacrifice coming here in this terrific rain. ഈ ശക്തമായ മഴയിലും ഇന്ന് ഇവിടെ ഈ മീറ്റിങ്ങിനായിട്ട് നിങ്ങൾ കടന്നു വന്നപ്പോൾ അത് ഒരു യാഗം, ഒരു ത്യാഗത്തിലൂടെയാണ് നിങ്ങൾ അങ്ങനെ I ചെയ്തത്. believe God will reward you for it. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് And ഞാൻ He's already done that by speaking to your heart this evening. ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ച് ദൈവം അപ്രകാരം ചെയ്തു എന്ന് Open your എനിക്കറിയാം. heart and receive it. നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് നിങ്ങൾ അത് Don't സ്വീകരിക്കുക. live under law. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ Live under ജീവിക്കുക. grace. നിങ്ങൾ കൃപയുടെ കീഴിൽ God ജീവിക്കുക. is offering such a life for you. അപ്രകാരമുള്ള ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് Open വാഗ്ദാനം your ചെയ്യും. heart and say, "Lord, fill me with your Holy Spirit. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ ദൈവത്തോട് പറയുക, ദൈവമേ എന്നെ May ആത്മാവിനാൽ നിറയ്ക്കുക. rivers of living water flow through me." കർത്താവേ, ജീവജലത്തിന്റെ നദികൾ എന്നിലൂടെ ഒഴുകുന്ന ഒരു ജീവിതം നീ എനിക്ക് നൽകണമേ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. While our heads are bowed in prayer, നമ്മുടെ തലകൾ പ്രാർത്ഥനയിൽ വണങ്ങിയിരിക്കുമ്പോൾ respond to God as best you know in your own heart. നിങ്ങൾക്ക് കഴിയുമെണ്ണം നിങ്ങൾക്കറിയാവുന്നതിന്റെ ഏറ്റവും നല്ലതായ രീതിയിൽ ദൈവത്തോട് നിങ്ങൾ പ്രതികരിക്കുക. Say, "Lord, I don't understand all this, but I open my heart to you." കർത്താവേ, എനിക്ക് മുഴുവനും മനസ്സിലാകുന്നില്ല, എന്നാൽ എൻ്റെ ഹൃദയത്തെ ഞാൻ പൂർണ്ണമായിട്ട് അങ്ങേക്കായിട്ട് തുറന്നു. Every area of my life I want to yield to you. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഞാൻ And I അങ്ങേക്കായിട്ട് want to തുറന്നു be തരുന്നു. filled with the Holy Spirit. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. Pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ.